വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ അല്ലെങ്കിൽ കൊഞ്ച് ഫ്രൈ ആണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കാമെന്ന് ആദ്യമേ തന്നെ നോക്കാം. ചുമന്നുള്ളി എടുക്കുക. ചുമന്നുള്ളി ഒരു 10-20 എണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ടത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും എടുക്കാം. അത് കഴുകി മാറ്റി വെക്കുക. പിന്നെ 2-3 തക്കാളി, അതും നമുക്ക് ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം. പിന്നെ 2-3 പച്ചമുളക്, അതും എടുക്കേണ്ടതാണ്. പിന്നെ കൊഞ്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു പാനിലേക്ക് ഇടുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കേണ്ടതാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റേക്ക് അത് വെക്കുക. നല്ലപോലെ തിളച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇറക്കിയിടേണ്ടതാണ്. പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അത് വേറൊരു പാനിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ കാണാം. പച്ചമുളകുണ്ട്, കൊച്ചുള്ളി ഉണ്ട്, മല്ലിയിലയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ദാണ്ട് നമ്മൾ കൊഞ്ചാണെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാൻ വെക്കുക. അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം കടുകിടുക. കടുകിട്ട് അത് പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടുക. തീ കുറച്ച് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനകത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളി ഇട്ട് അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടുക. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ലപോലെ വഴറ്റുക. ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. നല്ലപോലെ ഇളക്കുക. ഇപ്പോൾ കൊച്ചുള്ളിയുടെ ഒരു കളർ നല്ലപോലെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ മാറിയ ഒരു ബ്രൗൺ കളറാകും, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതിനകത്തിട്ട് ഇളക്കുക. അതൊരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ തക്കാളി ഇടുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടുക. അതൊരു മിനിറ്റത്തേക്കൊന്ന് ഇളക്കുക. അത് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല അതിനകത്തേക്ക് ഇടുക. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം അതും കൂടി നല്ലപോലെ ഇളക്കുക. പിന്നെ വേറൊരു പാനിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരു 30 സെക്കൻഡ് വറുത്താൽ മതിയാകും. തീ കുറച്ചിട്ടിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിൻ്റെ പച്ചമണം മാറാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇടുക. ഇതിനകത്ത് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പം ആ പച്ചമണം മാറി കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ കൊഞ്ച് അതിനകത്തേക്ക് ഇടുക. കൊഞ്ചെല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് യോജിപ്പിക്കുക. എല്ലാം കൂടെ യോജിപ്പിച്ച് ഇതാണ് നമ്മളുടെ പ്രോൺസ് ഫ്രൈ. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാവുന്നതാണ്. കുറേ പേർക്ക് മല്ലിയില നല്ലപോലെ ഇഷ്ടം ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മല്ലിയില എത്ര വേണമോ അത്രയും നമുക്ക് ഉപയോഗിക്കാം. ചിലവർക്ക് മല്ലിയില ഇഷ്ടമല്ല, അപ്പോൾ അത് വെച്ച് നമുക്ക് മല്ലിയില ഇടാവുന്നതാണ്. ഇതെല്ലാം നല്ലപോലെ ഇട്ട് ഇളക്കുക. ഇവിടെ ദാണ്ടി നമുക്ക് സ്വാദിഷ്ടമായ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.